ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഒന്നാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിയെടുക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ശേഷമുള്ള 40 ദിവസങ്ങൾ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ശേഷമുള്ള 40 ദിവസങ്ങൾ. അതായത് യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിനു ശേഷമുള്ള 40 ദിവസം. രണ്ടാമത്തെ പോയിന്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. മൂന്നാമത്തത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്ധ്യാസിന്റെ തെരഞ്ഞെടുപ്പ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്ധ്യാസിന്റെ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഒന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ശേഷമുള്ള 40 ദിവസം. അത് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം. അതിനകത്തൊരു ഹൈഫൻ ഇട്ടിട്ട് 1-ാം അധ്യായത്തിന് 1 മുതൽ 8 വരെയുള്ള വാക്യം. രണ്ടാമത് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. അത് 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിനുശേഷം അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മദ്ധ്യാസിന്റെ തെരഞ്ഞെടുപ്പ്. 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 26 വരെയുള്ള വാക്യം. നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് പോകുന്നു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ മരണാനന്തരം ശരീരം വീണ്ടും ജീവൻ പ്രാപിക്കുന്നതിനെയാണ് പുനരുത്ഥാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരിച്ചതിന് ശേഷം ശരീരം വീണ്ടും ജീവിക്കുക, അതാണ് പുനരുത്ഥാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ക്രിസ്തീയ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ മരണാനന്തരം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ വീണ്ടും ജീവൻ പ്രാപിക്കുന്ന അവസ്ഥ. രണ്ട് വ്യത്യാസം. അപ്പം ക്രിസ്തീയ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ മരണാനന്തരം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ എന്ത് ചെയ്താ ജീവൻ പ്രാപിക്കുന്ന അവസ്ഥയാണ് ക്രിസ്തീയ പുനരുത്ഥാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മരിക്കുന്ന വ്യക്തി അതേ ശരീരത്തിൽ ജീവൻ പ്രാപിക്കുന്നതിനെയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. അപ്പം ജീവൻ പ്രാപിക്കുക. ക്രിസ്തീയ പുനരുത്ഥാനത്തിന്റെ പ്രത്യേകത തേജസ്കരിക്കപ്പെട്ട അനുഭവമാണ് പ്രാപിക്കുക. ജീവൻ പ്രാപിക്കുന്നെങ്കിലും തേജസ്കരിക്കപ്പെടുന്ന അനുഭവമാണ് അവിടെ കാണുന്നത്. തേജസ്കരിക്കപ്പെട്ട ജീവനാണ്. പിന്നെ നമുക്ക് ഒരിക്കലും മരണമില്ലാത്ത ഒരു നിത്യജീവനാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഇനിയും പുനരുത്ഥാനത്തിന്റെ പഴയ നിയമ ചിന്തകൾ, പഴയ നിയമത്തിൽ പുനരുത്ഥാനം എന്ന ചിന്ത അടങ്ങിയിട്ടുണ്ടോ, അതോ പുതിയ നിയമത്തിലെ വിഷയം മാത്രമാണോ പുനരുത്ഥാനം എന്ന് പറയുന്നത്? തീർച്ചയായും ഉണ്ട്. അപ്പൊ പുനരുത്ഥാനം പഴയ നിയമത്തിൽ ഒരു ചെറിയ ഹെഡിങ്. രണ്ടാമത്തെ, ഒന്നാമത്തെ പുനരുത്ഥാനവും ശേഷമുള്ള 40 ദിവസങ്ങളും. അപ്പൊ അതിനോട് ചേർന്നാണ് എന്താണ് പുനരുത്ഥാനം. അതിന്റെ സബ് പോയിന്റാണ്. 1-ന്റെ 1 എന്താണ് പുനരുത്ഥാനം. 1-ന്റെ 2 പുനരുത്ഥാനം പഴയ നിയമത്തിൽ. പുനരുത്ഥാനം പഴയ നിയമത്തിൽ. ഇയ്യോബിന്റെ പുസ്തകം 14:14. ഇയ്യോബിന്റെ പുസ്തകം 14:14, 19-ന്റെ 25 മുതൽ 27 വരെ, 19-ന്റെ 25 മുതൽ 27 വരെ. ദാനിയേൽ പ്രവചനം 12-ന്റെ 2. ദാനിയേൽ പ്രവചനം 12-ന്റെ 2. ഈ വാക്യങ്ങളിലാണ് പഴയ നിയമത്തിലെ പുനരുത്ഥാനം എന്ന വാക്ക് കാണുവാൻ കഴിയുന്നത്. സ്റ്റുഡൻസിലെ വിദ്യാർത്ഥികൾ ഒരാള് ദാനിയേൽ പ്രവചനം 12-ന്റെ 2 എന്നൊക്കെ വായിച്ചേ. ദാനിയേൽ പ്രവചനം 12-ന്റെ 2 എന്ന് വായിച്ചേ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി വരും. ഇവിടെ പറയുന്നത് നിദ്ര കൊണ്ടുവരുന്ന ചിലർ 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നിത്യജീവനായും നിത്യലജ്ജയ്ക്കായും ഉണരുമെന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. ഈ ഭാഗം വെളിപ്പാട് പുസ്തകവുമായി വളരെ
കണക്ട് ചെയ്യപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെയും പറയുന്നുണ്ട് ഈ പുനരുത്ഥാനത്തെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം എടുത്തു പറയും, നിത്യലജ്ജയ്ക്കായിട്ട്, നിത്യജീവനായിട്ട്. അപ്പം പഴയ നിയമത്തിൽ എന്താണ് കാണാൻ കഴിയുന്നുണ്ട്? പുനരുത്ഥാനം എന്ന ശ്രേഷ്ഠവും മഹത്വവുമുള്ള ഒരു വിഷയം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം പുനരുത്ഥാനം പഴയ നിയമത്തിൽ, ഈ വാക്യങ്ങളിലൂടെ ഒക്കെ പുനരുത്ഥാനം എന്ന ചിന്ത പഴയ നിയമത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയും. 3 കാര്യങ്ങളാണ് ഈ പുനരുത്ഥാനത്തെ ബന്ധത്തിൽ പഴയ നിയമത്തിൽ മനസ്സിലാക്കാൻ കഴിയും. 3 കാര്യങ്ങൾ. അപ്പൊ പുനരുത്ഥാന ബന്ധത്തിൽ പഴയ നിയമത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന 3 കാര്യം: 1, പുനരുത്ഥാനമുണ്ട്. 2, പുനരുത്ഥാനം സാർവത്രികമാണ്. 3, 2 വിധത്തിലുള്ള പുനരുത്ഥാനമുണ്ട്. 1 നിത്യജീവനായിട്ടും 2 നിത്യലജ്ജയ്ക്ക്. അപ്പൊ പഴയ നിയമത്തിൽ പുനരുത്ഥാനം എന്ന വിഷയത്തിൽ 3 കാര്യം കൊടുത്തിരിക്കുന്നത്. 1 കൊടുത്തിരിക്കുന്ന പുനരുത്ഥാനമുണ്ട്. ദാനിയേൽ പ്രവചനം 12:2, യോബ് 19, 25, 27 വരെ വായിക്കുമ്പോൾ അവിടെ യോബ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ യോബ് പറയുന്നുണ്ട്, അത് 19-ാം അധ്യായത്തിലാണ് പറയുന്നത്, ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും, ഇങ്ങനെ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് പറയുന്ന പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതെല്ലാം പുനരുത്ഥാനമുണ്ട്, ഒരു നിത്യജീവൻ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുക. പഴയ നിയമത്തിൽ 3 കാര്യങ്ങളാണ് പുനരുത്ഥാനത്തിൽ പറയുന്നത്. 1, പുനരുത്ഥാനം ഉണ്ടെന്ന് പഴയ നിയമം പറയുന്നുണ്ട്. ഇത് പുനരുത്ഥാനം സാർവത്രികമാണ്, അതായത് എല്ലാവർക്കും ഉള്ളതാണ്, പൊതുവായിട്ടുള്ളതാണെന്നാണ് കാണുവാൻ കഴിയും. 2 വിധത്തിലുള്ള പുനരുത്ഥാനമുണ്ട്. 1 നിത്യജീവനും 2 നിത്യലജ്ജയും. ഇനി രണ്ടാമത്തത് പുനരുത്ഥാനം പുതിയ നിയമത്തിൽ. പുനരുത്ഥാനം പുതിയ നിയമത്തിൽ എഴുതിയെടുക്കാം. പുനരുത്ഥാനം പുതിയ നിയമത്തിൽ. പുനരുത്ഥാനം പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ നമുക്ക് 1-ാമത്തെ പുനരുത്ഥാനമെന്നും 2-ാമത്തെ പുനരുത്ഥാനമെന്നും കാണുവാൻ കഴിയും. 1-ാമത്തെ പുനരുത്ഥാനത്തെ വിളിക്കുന്ന പേര് ജീവനുള്ള പുനരുത്ഥാനം എന്നാണ്. 2-ാമത്തെ പുനരുത്ഥാനം വിളിക്കുന്ന ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം. ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കത് 2 ഒരുമിച്ച് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യോഹന്നാൻ സുവിശേഷം 5:28-29. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്യുന്നവർ ജീവനായിട്ടും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കുമായുള്ള പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് വ്യക്തമായി ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയും. അപ്പൊ പുനരുത്ഥാന പുതിയ നിയമത്തിൽ 2 ചിന്തകളാണുള്ളത്. 1-ാമത്തെ ജീവനുള്ള പുനരുത്ഥാനമാണ്. യോഹന്നാൻ 5:28-29 അതിന് 1-ാമത്തെ പുനരുത്ഥാനം എന്ന് വിളിക്കാം. വെളിപ്പാട് പുസ്തകം 20:5-6 വാക്യത്തിൽ നമുക്ക് 1-ാമത്തെ പുനരുത്ഥാനം എന്ന വാക്യം കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നമുക്കത് വായിക്കുമ്പോൾ ആ വാക്യം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് 20:5-6. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 1-ാമത്തെ പുനരുത്ഥാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു ഭാഗത്ത് വെള്ളസിംഹാസനം മുമ്പിൽ നിൽക്കുന്ന ഒരു പുനരുത്ഥാനമുണ്ട്. വെള്ളസിംഹാസനം മുമ്പിൽ നിൽക്കുന്ന എഴുതിയെടുക്കാൻ കിട്ടുന്നില്ല സാറേ. ഇല്ലേ? സ്പീഡ് കൂടുതലാണ്. സ്പീഡ് പോകുന്ന സംശയം. സ്പീഡ് കുറയ്ക്കാം. അപ്പൊ പുനരുത്ഥാനം പുതിയ നിയമത്തിൽ നിന്നുള്ളതാണ് നമ്മൾ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എഴുതിക്കോ. പുനരുത്ഥാനം പുതിയ നിയമത്തിൽ.
അത് രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജീവനായുള്ള പുനരുത്ഥാനം, യോഹന്നാൻ 5:28-29, വെളിപ്പാട് 20:5-6. അപ്പൊ ജീവനുള്ള പുനരുത്ഥാനമാണ് ഒന്നാമത്തത്. അത് യോഹന്നാൻ 5:28-29, വെളിപ്പാട് 20:5-6. ഈ ജീവനുള്ള പുനരുത്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന മറ്റ് ചില പേരുകളുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനം, നീതിമാന്മാരുടെ പുനരുത്ഥാനം, ലൂക്കോസ് 14:13-14 രുടെ പുനരുത്ഥാനം, ലൂക്കോസ് 14:13-14. ജീവനുള്ള പുനരുത്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന മറ്റു പല പേരുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീതിമാന്മാരുടെ പുനരുത്ഥാനം, രണ്ടാമത് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം, അത് ഫിലിപ്പിയർ 3:10-11. പിന്നെ മറ്റു പല പേരുകളുണ്ട്. ഏറ്റവും നല്ല ഉയർപ്പ്, ഒന്നാമത്തെ പുനരുത്ഥാനം. ആ 2 പോയിന്റ് മതി. ഇപ്പൊ ജീവനുള്ള പുനരുത്ഥാനത്തിന് പറഞ്ഞിരിക്കുന്ന മറ്റു ചില പേരുകൾ നീതിമാന്മാരുടെ പുനരുത്ഥാനം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. അപ്പൊ രണ്ടാമത്തത് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം, ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം. അത് യോഹന്നാൻ സുവിശേഷം 5:29 യോഹന്നാൻ 5:29. അതിനെ രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് വിളിക്കാം, അതിനെ രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് വിളിക്കാം. വെളിപ്പാട് 20:7-14 വരെ, വെളിപ്പാട് 20:7-14 വരെ. ഇപ്പൊ ന്യായവിധിക്കാനുള്ള പുനരുത്ഥാനം എന്നതിന് നമുക്ക് രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് വിളിക്കാം. അത് വെളിപ്പാട് പുസ്തകം 20:7-14 വരെ. അത് ഇപ്രകാരം ഇവിടെ കൊടുത്തിരിക്കുന്നത്: മരിച്ചവർ ആബാലവൃത്തവും സിംഹാസനം മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. അപ്പൊ മരിച്ചവരിൽ ആബാലവൃത്തവും സിംഹാസനം മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം വന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്കവരുടെ പ്രവൃത്തികൾക്ക് കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതിനാണ് വിളിച്ചിരുന്ന പേരാണ് രണ്ടാമത്തെ പുനരുത്ഥാനം. ഒന്നുകൂടെ ഞാൻ പറയാം. പുനരുത്ഥാനം പഴയ നിയമത്തിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പുനരുത്ഥാനം ഉണ്ടെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നു. പുനരുത്ഥാനം സാർവത്രികമാണെന്ന് പഠിപ്പിക്കുന്നു. 2 വിധത്തിലുള്ള പുനരുത്ഥാനം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നു. ഒന്ന് നിത്യജീവനായിട്ടും 2 നിത്യലജ്ജയ്ക്കായിട്ടും. അത് പഴയ നിയമത്തിൽ ചിന്തയാണ്. പുതിയ നിയമത്തിൽ പുനരുത്ഥാനം, പുതിയ നിയമത്തിൽ എന്നുള്ളതിൽ 2 പോയിന്റാണുള്ളത്. ഒന്നാമത്തത് ജീവനായുള്ള പുനരുത്ഥാനം, 2 ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം. ജീവനുള്ള പുനരുത്ഥാനത്തിൽ മറ്റു ചില പേരുകളാണ് നീതിമാന്മാരുടെ പുനരുത്ഥാനം, മരിച്ച ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം, ഏറ്റവും നല്ല ഉയർപ്പ്, ഒന്നാമത്തെ പുനരുത്ഥാനം. രണ്ടാമത്തെ പോയിന്റാണ് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം. അതിനെ രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് വിളിക്കും. ഇത്രയും നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി അടുത്തത് പുനരുത്ഥാനത്തിന്റെ നിരയാണ്. പുതിയ നിയമത്തിൽ പുനരുത്ഥാനത്തിന്റെ നിര എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിന് അതിനൊരു ഒരു ഒരു നിരയുണ്ട്. ഈ പോലീസിലൊക്കെ റാങ്ക് ഉള്ളത് പോലെ നമുക്കറിയാം. പോലീസിലെ DGP ആണ് ഏറ്റവും ഹൈ റാങ്ക്, DGP. അതിനുശേഷം ADGP, അതിനുശേഷം വരുന്നത് IG, അല്ലേ? അപ്പൊ അങ്ങനെ നിരകളാണ് എന്ന് പറയുന്ന പോലെ പുനരുത്ഥാനത്തിന് നിരകളുണ്ട്. അപ്പം അടുത്ത ഹെഡിങ് ആണ് പുനരുത്ഥാന നിര. പുനരുത്ഥാന നിര. 1 കൊരിന്ത്യർ 15:23 വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:23. 1 കൊരിന്ത്യർ 15:23 ഒന്ന് വായിച്ചാട്ടെ.
1 കൊരിന്ത്യർ 15. ഓരോ നിരയിലത്രേ ആദ്യത്തിൽ ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അവരെല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പൂർണ്ണമായ ദൈവത്തെ ഏൽപ്പിക്കും. മതി. പുനരുത്ഥാന നിര പറയുമ്പോൾ ഒന്ന് ആദ്യ ഫലം ക്രിസ്തു. ആദ്യത്തെ പുനരുത്ഥാനം ഉണ്ടായത് ക്രിസ്തുവിനാണെന്നാണ് കാണുവാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, പാസ്റ്ററെ, യേശു ഉയർത്ത സമയത്ത്, യേശുവിന്റെ മരണസമയത്തൊക്കെ കല്ലറകൾ തുറന്നും ചിലര് പുനരുത്ഥാനം പ്രാപിച്ചല്ലോ എന്നുള്ളത് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, ആ പുനരുത്ഥാനം എന്ന് പറയുന്നത് അവർ വീണ്ടും ജീവനിലേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവർ വീണ്ടും മരിച്ചു. പുനരുത്ഥാന ശരീരത്തോടുകൂടെ അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ അല്ല അവർ ഉയർത്തെഴുന്നേറ്റത്. ലാസർ വീണ്ടും ജീവിതത്തിലേക്ക് വന്നതുപോലെ മാത്രമായി. ഇവിടെ പറയുന്ന തേജസിന്റെ പുനരുത്ഥാനം, തേജസ്കരിക്കപ്പെട്ട പുനരുത്ഥാനം അല്ലെങ്കിൽ തേജസ് പ്രാപിച്ച പുനരുത്ഥാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. അതിനാണ് ആദ്യഫലം ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ തൻ്റെ രക്തം കൊടുത്തു, വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് നമ്മെ പാപത്തിന്റെ അധികാരത്തിൽ നിന്നും, പാപത്തിന്റെ ശക്തിയിൽ നിന്നും, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി നമ്മെ വീണ്ടെടുക്കുവാൻ വന്ന യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടെയാണ്. അതവിടെ പറയുന്ന ആദ്യ ഫലം ക്രിസ്തു എന്ന് പറയും. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. അപ്പൊ അവന്റെ വരവെങ്കിലാണ് പിന്നെ ക്രിസ്തുവിനുള്ളവരുടെ പുനരുത്ഥാനം നടക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൂന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കങ്കണത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചുടുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീനെന്ന് തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ 18 മുതൽ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ പറഞ്ഞുറപ്പിക്കുന്ന ഭാഗത്ത് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. പുനരുത്ഥാന നിര ഒന്നാമത്തെ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ ഉള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർക്കും വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ത് ചെയ്യും? എല്ലാറ്റിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സാത്താന്റെ പ്രവൃത്തിയെ അല്ലെങ്കിൽ സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. എങ്കിലും സാത്താൻ ഇന്നും ലോകത്ത് തന്ത്രങ്ങളിലൂടെ, ചതിയിലൂടെ സാത്താൻ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറന്നുപോകും. സാത്താൻ ഇന്നും അനേകരെ ചതിക്കുന്നുണ്ട്, അനേകരെ വഴിതെറ്റിക്കുന്നുണ്ട്, ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞടക്കുന്നു എന്ന് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 7, 8, 9 വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിലും അത് കാണുവാൻ ഒടുവിൽ എല്ലാ വാഴ്ചകൾക്കും അധികാരം നീക്കം വരുത്തും, ഇതുവരെ നീക്കം വരുത്തിയിട്ടില്ല. യേശു തന്നെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, എനിക്കവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കർത്താവ് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ഈ വാക്കുകളെല്ലാം വായിച്ചു കഴിയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നത് സാത്താൻ ഇന്നും അതിശക്തിയോടെ അവന്റെ ദൂതഗണങ്ങളുമായിട്ട് ഏത് വൃദ്ധന്മാരെ പോലും, വൃദ്ധന്മാരല്ല വിശുദ്ധന്മാരെന്ന് പറഞ്ഞു, വിശുദ്ധന്മാരെ പോലും വീഴ്ത്തിക്കളയേണ്ടതിന് ദുരുപദേശം കൊണ്ടുവന്ന്, ജീവിതത്തിൽ അശുദ്ധി കൊണ്ടുവന്ന്, പാപത്തിലേക്ക് നയിച്ച്, തെറ്റായ വഴിയിലൂടെ നയിച്ച് സാത്താൻ നമ്മെ വീഴ്ത്തിക്കളയുവാൻ അത് വിശുദ്ധനെന്നോ അശുദ്ധനെന്നോ വിശ്വാസിയെന്നോ പെന്തക്കോസ്തുകാരനെന്നോ മർത്തോമാക്കാരനെന്നോ ഹൈന്ദവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ഏത് മനുഷ്യനെയും നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമകനാണ് സാത്താൻ എന്ന കാര്യം
ഈ രാത്രി ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഈ പ്രവർത്തിക്കുന്ന സാത്താനെ യേശു ജയിച്ചതാണ്, നമുക്കും ജയിക്കാൻ കഴിയും. നാം ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ആയുധങ്ങളും ദൈവം നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ ജീവിതവും സർവായുധ വർഗവും യേശുവിന്റെ നാമവും യേശുവിന്റെ രക്തവും ആരാധനയും ഉപവാസവും ജിതേന്ദ്രിയത്വവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിന്നാൽ ഈ സാത്താനെ നമുക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയും. അതിന്റെ അർത്ഥം സാത്താൻ വലിയവനൊന്നുമല്ല. പക്ഷേ സാത്താന്റെ വീഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാത്താനെ ഈ ലോകത്തിൽ നിന്നും പൂർണ്ണമായി അകറ്റുന്നത്, അല്ലെങ്കിൽ സാത്താന്റെ വീഴ്ച എന്ന് പറയുന്നത് 6 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിൽ 2 ഘട്ടം മാത്രമേ നടന്നിട്ടുള്ളൂ വരെ. ഇനിയും 4 ഘട്ടം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ ഉപകാരപ്രദമാണെന്നുള്ള കാര്യം ദൈവത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, അവസാനം എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് ദൈവം യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും എന്ന് വ്യക്തമായി പറയുന്നു. അപ്പൊ പുനരുദ്ധാനത്തിന്റെ നിരയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ക്രിസ്തു മരിച്ചു മുമ്പേ ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം പിന്നെ നാം, അപ്പോഴാണ് നാം ഒരുമിച്ച് മേഘങ്ങൾ, കർത്താവിന്റെ വരവിനോടുകൂടെയാണ് നമുക്ക് പുനരുദ്ധാനം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ മരിക്കുന്ന വ്യക്തി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്. ഇപ്പോൾ മരിച്ച ആത്മാക്കൾ വിശ്രമിക്കേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആത്മാവ് കടന്നു പോകും. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അത് എവിടെയാണെന്ന്, ഏത് ഭാഗത്താണെന്ന് വ്യക്തമായി പറയുന്നില്ല. ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് പർദീസ എന്നാണ് പറയുന്നതെന്ന് ബൈബിൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പർദീസ എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് അർത്ഥം, നമുക്കറിയാം. അവിടെ ഉണ്ട്. അപ്പൊ പുനരുദ്ധാന നിര എന്ന് പറയുന്നത് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്തത് ഈ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത. പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത ഉണ്ട് പുനരുത്ഥാന ശരീരത്തിന്. ഒന്ന് യോഹന്നാൻ 3:2 പ്രകാരം, 1 യോഹന്നാൻ 3:2, അവനോട് സദൃശ്യനാകുന്ന അനുഭവം, അവനോട് സദൃശ്യനാകും. 1 യോഹന്നാൻ 3:2. അപ്പൊ കർത്താവിനോട് സദൃശ്യന, കർത്താവിനെ പോലെ താൻ ഇരിക്കുമെന്ന്, അവനോട് സദൃശ്യനാകുമെന്ന് പറഞ്ഞാൽ ആ പുനരുത്ഥാന ശരീരത്തോട് സദൃശ്യനാകുമെന്നാണ്, ദൈവത്തോട് സദൃശ്യനാകുമെന്നല്ല. അതിൽ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത ഒന്ന് അമർത്യമായതാണ്. അമർത്യമായത് 1 കൊരിന്ത്യർ 15:42 മുതൽ 53 വരെയുള്ള വാക്യങ്ങളായി പറയുന്നു. 1 കൊരിന്ത്യർ 15:42 മുതൽ 53 വരെയുള്ള വാക്യങ്ങളായി കൊടുത്തിരിക്കുന്നു. അപ്പം ഈ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത, അവനോട് സദൃശ്യനാകും നമ്മൾ. അത് അമർത്യമായതാണ് ശരീരം, അമർത്യമായ ശരീരമാണ്. 2, അദ്രവത്വമുള്ള ശരീരമാണ്, അദ്രവത്വമുള്ള ശരീരമാണ്. 3, മഹത്വമുള്ള ശരീരമാണ്, മഹത്വമുള്ള ശരീരമാണ്. 4, ശക്തിയുള്ള ശരീരമാണ്, ശക്തിയുള്ള ശരീരമാണ്. 5, ആത്മീയവും സ്വർഗീയവുമായ ശരീരം. ഇത്രയും പ്രത്യേകത. അപ്പൊ അവനോട് സദൃശ്യനായ ആ ശരീരത്തിന് അമർത്യമായതാണ്, അദ്രവത്വമുള്ളതാണ്, മഹത്വമുള്ളതാണ്, ശക്തിയുള്ളതാണ്, ആത്മീയവും സ്വർഗീയവും. ഇപ്പോൾ നമ്മുടെ ശരീരം മർത്യമുള്ള ശരീരമാണ്, ദ്രവത്വമുള്ള ശരീരമാണ്, മഹത്വമില്ലാത്ത ശരീരമാണ്, ശക്തിയില്ലാത്ത ശരീരമാണ്, ജഡശരീരമാണ്, മൺമയമായ ശരീരമാണ്.
എന്നാൽ പുനരുത്ഥാനത്തെങ്കിൽ തേജസ്കരിക്കപ്പെടുമ്പോൾ മുമ്പേ പറഞ്ഞൊരു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കാണുന്നു. ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന ആരൊക്കെയുള്ളവരെല്ലാം രൂപാന്തരം പ്രാപിക്കും. ആ രൂപാന്തരത്തിൽ തേജസ്കരണം നടക്കുകയാണ്. ആ ശരീരമാണ് അമർത്യമായത്, അദ്രവത്വമുള്ളത്, മഹത്വമുള്ളത്, ശക്തിയുള്ളത്, ആത്മീയവും സ്വർഗീയമായ ശരീരം. അപ്പൊ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു വരുന്നു. അപ്പൊ ഈ ശരീരത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ് പുനരുത്ഥാന ശരീരത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. നമുക്കറിയാം, മഗ്ദല മറിയയ്ക്കായിരുന്നു ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. യോഹന്നാൻ സുവിശേഷം 20:16-17. അപ്പോൾ ഈ പുനരുത്ഥാന ശരീരത്തിൽ അമർത്യമായതാണ്, ദൈവത്വമില്ലാത്തതാണ്, മഹത്വമുള്ളതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ശരീരത്തിൽ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും. ഈ പുനരുത്ഥാന ശരീരത്തിൽ നമ്മുടെ ശബ്ദം. അപ്പൊ യേശു പുനരുത്ഥാന ശരീരത്തിന് മുമ്പ് വന്ന സമയത്തും പുനരുത്ഥാന ശരീരത്തോട് കൂടെ വന്നപ്പോഴും മറിയ ആ ശരീരം തിരിച്ചറിഞ്ഞു. അത് യോഹന്നാൻ സുവിശേഷം 20:16-17 വാക്യം വായിക്കുമ്പോൾ മറിയ എന്ന് വിളിക്കുമ്പോൾ റബൂനി, ഗുരു എന്ന് അവൾ തിരിച്ചു വിളിക്കുന്നുണ്ട്. അവൾ തിരിച്ചറിഞ്ഞു, ആ ശബ്ദം തിരിച്ചറിഞ്ഞു. ഇപ്പൊ യേശുവിന്റെ സംസാരം തിരിച്ചറിഞ്ഞു. അങ്ങനെങ്കിൽ പുനരുത്ഥാന ശരീരത്തിൽ നമ്മുടെ ശബ്ദം തിരിച്ചറിയാൻ, കാരണം യേശുവിന്റെ പ്രത്യേകത അല്ലെങ്കിൽ യേശുവിന്റെ അനുഭവത്തോടുകൂടെ ബന്ധത്തിനാണ് നമ്മൾ പറയുന്നത് ശബ്ദം തിരിച്ചറിയാൻ. അപ്പൊ അമർത്യമായതാണ്, ഇല്ലാത്തതാണ്, അദ്രവത്വമുള്ളതാണ്, മഹത്വമുള്ളതാണ്, ശക്തിയുള്ളതാണ്, ആത്മീയ സ്വർഗീയമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശബ്ദം തിരിച്ചറിയാം. അടുത്തത് കാണാൻ കഴിയത്തക്കവണ്ണമുള്ള ശരീരം. കാണാൻ കഴിയും ആ ശരീരം. മറിയ യേശുവിനെ കണ്ടു, അവൻ രൂപം തിരിച്ചറിഞ്ഞു. സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ പ്രഭാതത്തിലായതുകൊണ്ട് ആദ്യമേ ഇച്ചിരി ക്ലിയർ ആയിരുന്നില്ല. പ്രഭാതത്തിലാണ്, നേരെ ഇരുട്ടുള്ള സമയത്താണ്, തോട്ടക്കാരനെന്ന് കണ്ട് ആയിരിക്കാമെന്ന് വിചാരിച്ചാണ് ചെന്നത്. പക്ഷെ അവൻ തിരിച്ചറിഞ്ഞു. യേശു പറഞ്ഞു, എന്നെ തുടരുതെന്ന് പറഞ്ഞു. പുനരുത്ഥാന ശരീരം വാസ്തവമാണെന്നും അതും വെറും തോന്നലല്ലെന്നും കർത്താവ് തെളിയിക്കുക. അപ്പോൾ അത് കാണാൻ തക്കവണ്ണം കഴിയുന്നൊരു ശരീരം. അടുത്തത്, പുനരുത്ഥാന ശരീരത്തിന് മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കും, പക്ഷെ രക്തം ഉണ്ടായിരിക്കുന്നില്ല. രക്തചംക്രമണത്തോടുകൂടിയ ശരീരം സ്വർഗത്തിന് യോഗ്യമല്ല. കാരണം 1 കൊരിന്ത്യർ 15:50 ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്, പുനരുത്ഥാനം ചെയ്ത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് മാംസവും അസ്ഥിയും ഉണ്ടായിരിക്കും, പക്ഷെങ്കിൽ രക്തചംക്രമണത്തോടു കൂടിയ ശരീരമായിരിക്കത്തില്ല. തെളിവ് ഞാൻ പറയാം. ഒന്ന് വായിക്കാം. ലൂക്കോസ് 24:39-40. ലൂക്കോസ് 24:39-40 ഒന്ന് വായിച്ചാട്ടെ ഒരാള്. വായിച്ചാട്ടെ. ലൂക്കോസ് 24:39-40. ഞാനാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവിൻ. എന്നെ തൊട്ടുവൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു വ്യക്തമായിട്ട് പറയുക, നിന്നെ തൊട്ട് നോക്ക്, തൊടാൻ നമുക്ക്. കാരണം ഭൂതങ്ങൾക്ക് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞിട്ട് പറയണം. കർത്താവ് പുനരുത്ഥാനം ചെയ്തിട്ട് കർത്താവ് വരുമ്പോൾ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് നിങ്ങളെന്നെ തൊട്ട് നോക്ക്. കാരണം പുനരുത്ഥാനത്തിൽ ലഭിക്കുന്ന രൂപാന്തരപ്പെട്ട ശരീരം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ വിശ്വാസമാണ് നിലനിൽക്കുന്നതും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതും പാപം ചെയ്യാതെ വണ്ണം വചനപ്രകാരം നമ്മളെ ജീവിതത്തെ സൂക്ഷിക്കുന്നതും ലോകത്തെ നേട്ടങ്ങൾക്കല്ല, സ്ഥാനമാനങ്ങൾക്കല്ല, പദവികൾക്കല്ല,
ഇതൊന്നുമല്ല. ഒരു നിത്യജീവൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു പുനരുത്ഥാന ശരീരം നാം പ്രാപിക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ, യേശു ക്രിസ്തു വന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, മറ്റു പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ അവന്റെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്, മറുവില കൊടുത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞ് ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നത്. മർക്കോസ് 10-ാം അധ്യായം 45-ാം വാക്യമാണെന്ന് തോന്നുന്നു. ജീവനെ മറുവിലെ കൊടുക്കാനാണ് വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ തന്നെ ആ ജീവനെ മറുവിലെ കൊടുത്ത് വന്നപ്പോൾ കർത്താവ് എങ്ങനെയാണ് ഒരു വിശ്വാസി ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് യേശു. നമുക്ക് എങ്ങനെയും ജീവിക്കാൻ ഒക്കത്തില്ല. കാരണം മാതൃകാ പുരുഷൻ കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങളല്ല മാതൃപുരുഷന്മാർ, ഞങ്ങൾ മാതൃക കാണിക്കേണ്ടതാണ്. പക്ഷെ മാതൃ കർത്താവായ യേശു ക്രിസ്തു. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ അത് കാണുവാൻ കഴിയുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിച്ചു പോയിരിക്കുന്നു. കേട്ടോ, ഒരു മാതൃക കർത്താവ് വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതെന്നൊരു മാതൃക അതിനോടുള്ള ബന്ധത്തിൽ കാട്ടിത്തരാൻ കൂടെയാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവാണ്. ആ മാതൃകയിൽ ഒന്നാണ് പുനരുത്ഥാന ശരീരം പ്രാപിച്ച യേശു എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അവൻ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ പുനരുത്ഥാന ശരീരം എന്തില്ല? മാംസവും അസ്ഥിയും ഇല്ലെന്ന് കാണുവാൻ കഴിയും. പക്ഷെ മാംസവും അസ്ഥിയും ഉണ്ട്. എന്നാൽ രക്തചംക്രമണത്തോടു കൂടിയ ശരീരം സ്വർഗത്തിന് സ്വർഗരാജ്യത്തിന് യോഗ്യമല്ലാത്തത് കൊണ്ട് എന്താണെന്നറിയാം, നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന, ഇപ്പോൾ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന രക്തത്തിലൂടെയാണ്. രക്തത്തിന്റെ ആവശ്യം പുനരുത്ഥാന ശരീരത്തിനില്ല. പക്ഷെ ഇപ്പോൾ രക്തത്തിന്റെ ആവശ്യമാണ്. ഈ രക്തമാണ് നമ്മുടെ ജീവനെയും ശരീരത്തെ ഇവിടെ നിലനിർത്തുന്നത്. പക്ഷെ പുനരുത്ഥാന ശരീരത്തിൽ രക്തത്തിന് ആവശ്യമില്ല. രൂപാന്തരപ്പെട്ട പാപരഹിതമായ ശരീരം. അടുത്തത് പുനരുത്ഥാന ശരീരം. സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്നല്ലേ? അപ്പൊ മാംസം കാണും. മാംസം കാണുന്നുണ്ടല്ലോ. കാരണം യേശു പറഞ്ഞല്ലോ, യേശുവാണല്ലോ നമുക്ക് തെളിവ്. യേശുവാണല്ലോ ഒന്നാമത്തെ പുനരുത്ഥാനം. മാംസരക്തങ്ങളെന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം ഈ രക്തമെന്നുള്ള അർത്ഥം കൊടുത്തിരിക്കുക, ജഡമെന്നുള്ള അർത്ഥം കൊടുത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? ഈ ജഡമെന്ന് പറയുമ്പോൾ വീണുപോയ പഴയ പ്രകൃതി എന്ന അർത്ഥമാണ്. അതിന് മാംസമെന്നും ശരീരമെന്നും ഒക്കെ വിവിധ അർത്ഥങ്ങളുള്ള പദം കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യ അവകാശം ഒക്കത്തില്ല. പക്ഷെ ഇവിടെ നിങ്ങളെന്നെ തൊട്ട് നോക്കുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. യേശു അവിടെ പറയുന്നുണ്ടല്ലോ, ഭൂതങ്ങൾക്ക് മാംസവും അസ്ഥിയുമില്ല, നിങ്ങളെ തൊട്ട് നോക്കുക. കാരണം യേശു പുനരുത്ഥാനം പ്രാപിച്ച ആ ശരീരത്തോടെ നിൽക്കുമ്പോഴാണ് യേശുവാണ് മാതൃകയെ നമ്മൾ മുമ്പ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ അടുത്തത്, പുനരുത്ഥാന ശരീരം നിലനിർത്തേണ്ടതിന് ഭക്ഷണത്തിന്റെ ആവശ്യകതയില്ല. പുനരുത്ഥാന ശരീരം നിലനിർത്തുവാൻ ഭക്ഷണം ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ശരീരം നിലനിർത്തണമെങ്കിൽ ഭക്ഷണം ആവശ്യമാണ്, വിറ്റാമിൻസ് ആവശ്യമാണ്, മിനറൽസ് ആവശ്യമാണ്, ഷുഗർ ആവശ്യമാണ്, പൊട്ടാഷ്യം ആവശ്യമാണ്, സോഡിയം ആവശ്യമാണ്, അല്ലെ? എന്നാൽ പുനരുത്ഥാന ശരീരം നിലനിർത്തുവാൻ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഭക്ഷണം വേണേ കഴിക്കാം. ലൂക്കോസ് 24:41-43 അല്ല, ആ ഭാഗത്തിലല്ല, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ എന്ത് ചെയ്തു? കർത്താവ് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്.
അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒന്ന് പറയാം. ലൂക്കോസ് സുവിശേഷം 24:41. ലൂക്കോസ് സുവിശേഷമാണ് 21:24 ലൂക്കോസ് 24:41. 42 തന്നെ. ലൂക്കോസ് 24:41, 42. തിന്നുവാൻ വല്ലതുവിടെ നിങ്ങൾ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അവൻ അത് വാങ്ങി അവർ കാണിക്കെ തിന്നു. ഭക്ഷിക്കാൻ വേണമെങ്കിൽ, പക്ഷെങ്കിൽ ഭക്ഷണമല്ല പുനരുത്ഥാന ശരീരം നിലനിർത്തുന്നത്, ഭക്ഷണമല്ല. പക്ഷെ വേണം ഭക്ഷിക്കാം. അതിന് നമുക്ക് വ്യക്തമായ തെളിവ് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? തേൻകട്ടയും വറുത്ത മീനും എന്ത് ചെയ്തു? ഭക്ഷിച്ചെന്ന് കാണുവാൻ കഴിയും. പുനരുത്ഥാന ശരീരം ദൃശ്യവും സ്പർശിയുമാണ്. ഭൗതിക ശരീരത്തിന് പോലെയാണെങ്കിലും അതിന്റെ എല്ലാ പരിമിതിയിൽ നിന്നും മുക്തമാണ്. ശ്രദ്ധിക്കണം, ഈ പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത് ദൃശ്യവും സ്പർശിയുമാണ്, ഭൗതിക ശരീരത്തിന് സമാനമാണ്. ഇതുപോലെ തന്നെയാണ്, ഇതേ ഷേപ്പായിരിക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ കളറായിരിക്കത്തില്ല, തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. അപ്പൊ ഞാൻ ആ സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ എന്റെ ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കാം. കാരണം കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ അതേ ഷേപ്പ് തന്നെ ആയിരുന്നു അവർ തിരിച്ചറിഞ്ഞല്ലോ. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഈ ശരീരത്തിന്റെ എല്ലാ പരിധികളിൽ നിന്നും മുക്തമാണ്. അതായത് യാത്രയ്ക്ക് തടസ്സമില്ല. കതകടച്ച് ഇരിക്കുമ്പോഴും മുറിക്കകത്ത് ആ ശരീരത്തിന് കിടക്കാം. ഒരു മുറിക്കകത്ത് കഥ തുറക്കേണ്ട ആവശ്യമില്ല, അതിനകത്തൂടെ അകത്ത് കടക്കാൻ പറ്റിയ ശരീരമാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത്. ഭൗതികമായ യാതൊന്നും അതിന്റെ ചലനത്തെ പ്രതിബന്ധിക്കുവാൻ, തടസ്സം ചെയ്യാൻ ഒക്കത്തിലൊരിക്കലും. ഇവിടെ ഞാൻ പറയാം, ഭൗതിക ശരീരത്തിന് സമാനമാണ് ഇതുപോലുള്ള ശരീരം, ഇതുപോലെയാണ് ഷേപ്പെങ്കിലും അതിന്റെ എല്ലാ പരിമിതിയിൽ നിന്നും മുക്തമാണ്. അതായത് യാത്രയ്ക്ക് തടസ്സമില്ല. ഇപ്പം നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ വാഹനമൊക്കെ യാത്ര ചെയ്യണം. പക്ഷെങ്കിൽ പുനരുത്ഥാനത്തിന്റെ അതിന്റെ ആവശ്യമില്ല, വാഹനത്തിന്റെ ആവശ്യമില്ല. കഥകടച്ചിരുന്നാലും നമുക്ക് മുറിക്കകത്ത് കയറാം, ട്രാൻസ്പാരന്റ് അകത്ത് കയറാം, അതിന് തടസ്സമില്ല. ഭൗതികമായ യാതൊന്നും അതിന്റെ ചലനത്തിന് തടസ്സം ചെയ്യാനൊക്കത്തില്ല. കർത്താവിന്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് അമേരിക്കയിൽ പോകാം, ഇവിടുന്ന് ഡൽഹിക്ക് പോകാം. പണ്ഡിതന്മാർ പറയുന്നത് അത് ഇത്ര മിനിറ്റുകൾക്കൂടെ ചെല്ലാമെന്നാണ് പറയുന്നത്. ഈ ശരീരം നമ്മുടെ ശരീരത്തിൽ നടക്കത്തില്ല. രാവിലെ 2 മണിക്കൂർ 2 കിലോമീറ്റർ നടക്കുമ്പോൾ നമ്മൾ കിതയ്ക്കും, അല്ലേ? പക്ഷെ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത അത് അടച്ചിട്ട മുറിക്കകത്ത് കയറാം, യാത്ര ചെയ്യാം, ക്ഷീണങ്ങളൊന്നും കാണത്തില്ല. ഭൗതികമായ യാതൊരു കാര്യങ്ങളും അതിന്റെ ചലനം തടയാൻ ഒക്കത്തില്ല. അത് കർത്താവിന്റെ സന്നിധിയിൽ വസിക്കാൻ പര്യാപ്തമാണ്, ആ സ്വർഗത്തിൽ വസിക്കാൻ പര്യാപ്തമാണ്. അത് ജഡരക്തം എന്ന് പറയുന്നത് അതായത് പഴയ മാംസം എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇപ്പൊ ചേച്ചി ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയട്ടെ. ആ പഴയ മാംസമല്ല, ഇപ്പോഴത്തെ ഈ മാംസമല്ല ശരീരത്തിന്. അത് വ്യത്യസ്തമായ ഒരു മാംസവും അസ്ഥിയുമാണ് ആ ശരീരത്തിന് പ്രത്യേകം. ഇപ്പോഴത്തെ ഈ ശരീരത്തിന് ഇത് ജഡരക്തങ്ങളാണ്. ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന, രൂപാന്തരം പ്രാപിച്ച തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് അതിന് പ്രത്യേകതായ ഒരു ശരീരമാണത്. അതാണ് കർത്താവ് പ്രാപിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അത് അമർത്യമായതാണ്, അദ്രവത്വമായ അമർത്യമായത്, അദ്രവത്വമുള്ളത്, മഹത്വമുള്ളത്, ശക്തിയുള്ളത്, ആത്മീയവും സ്വർഗീയവുമാണ്. കർത്താവിനോട് സദൃശ്യമാകുന്ന ശരീരമാണ്, അല്ലെ? തിരിച്ചറിയാൻ കഴിയുന്ന ശരീരമാണ്. അത് തൊടുവാനും സ്പർശിക്കുവാനും കഴിയുന്ന ശരീരമാണ്. രക്തരഹിത ശരീരമാണ്. പ്രത്യേക മാംസവും അസ്ഥിയും ഉണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞു. അത് നിലനിർത്തണമെങ്കിൽ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, വേണം ഭക്ഷണം കഴിക്കാം. സ്പർശവും ദൃശ്യവുമാണ്. യാത്രയ്ക്ക് തടസ്സമില്ല. കഥകടച്ചാൽ റൂമിനകത്ത് വരാൻ കഴിയും. ഭൗതികമായ യാതൊരു കാര്യങ്ങളും അതിന്റെ ചലനത്തെ തടയുവാൻ കഴിയത്തില്ല.
കർത്താവിന്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഒന്നാമത്തെ ഭാഗത്ത് പുനരുത്ഥാനത്തെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ വരുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച്. അപ്പം പുനരുത്ഥാനത്തെ കുറിച്ചാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ഇവിടെ ഒന്നാമത്തെ ചിന്ത ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ശേഷമുള്ള 40 ദിവസങ്ങളാണ്. ഇനി ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഹെഡിങ് എഴുതാം, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ഹെഡിങ് എഴുതാം, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. നമ്മൾ ആദ്യം പഠിച്ചത് പഴയ നിയമത്തിലെ പുനരുത്ഥാനം, പുതിയ നിയമത്തിലെ പുനരുത്ഥാനം, പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത. ഇത്രയുമാ പറഞ്ഞു. പ്രപഞ്ചത്തിലെ സപ്തം പറഞ്ഞ 7 സപ്ത മഹാസംഭവങ്ങളിൽ ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ഏതൊക്കെയാണ് ഈ സപ്ത മഹാസംഭവങ്ങൾ? പ്രപഞ്ചത്തിലെ 7 മഹാസംഭവങ്ങളെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന 7 ചിന്തകളുണ്ട്. ഏതൊക്കെയെന്ന് പറയാൻ പോവുകയാണ്. പ്രപഞ്ചത്തിലെ സപ്ത മഹാസംഭവങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ദൈവദൂതന്മാരുടെ സൃഷ്ടി. ദൈവദൂതന്മാരുടെ സൃഷ്ടി. കൊലോസ്യർ 1:16. ദൈവദൂതന്മാരുടെ സൃഷ്ടി ഒന്നാമത്തത്. 2 മനുഷ്യനുൾപ്പെടെയുള്ള ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. മനുഷ്യനുൾപ്പെടെയുള്ള ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. ഉൽപ്പത്തി 1:1 മുതൽ 31 വരെ. മനുഷ്യനുൾപ്പെടെയുള്ള ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. ഉൽപ്പത്തി 1:1 മുതൽ 31 വരെ. 3 യേശുക്രിസ്തുവിന്റെ ജഡധാരണം. യേശുക്രിസ്തുവിന്റെ ജഡധാരണം. ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻകാർണേഷൻ ഓഫ് സൺ ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിന്റെന്നോ ദൈവപുത്രന്റെന്നോ ജഡധാരണം. ഇൻകാർണേഷൻ. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. 4 യേശുക്രിസ്തുവിന്റെ മരണം. യേശുക്രിസ്തുവിന്റെ മരണം. യോഹന്നാൻ 19:30. യോഹന്നാൻ 19:30. 5 യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. മത്തായി 28:5-6. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. മത്തായി 28:5-6. 6 യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. വെളിപ്പാട് 19:11-10. വെളിപ്പാട് 19:11-10. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. 1 തെസ്സലോനിയൻ 4:14 മുതൽ 18 വരെ. 1 തെസ്സലോനിയൻ 4:14 മുതൽ 18 വരെ. 7 യേശുക്രിസ്തുവിന്റെ നിത്യവാഴ്ച. 7 യേശുക്രിസ്തുവിന്റെ നിത്യവാഴ്ച. വെളിപ്പാട് 2:11. യെശയ്യാവ് 65:17. വെളിപ്പാട് 2:11. യെശയ്യാവ് 65:17. ഇതാണ് പ്രപഞ്ചത്തിലെ സപ്തമഹാസംഭവങ്ങൾ എന്ന് പറയുന്നത്. ദൈവദൂതന്മാരുടെ സൃഷ്ടി, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഭൗതിക സൃഷ്ടി, ദൈവപുത്രന്മാരുടെ യേശുക്രിസ്തുവിന്റെ ജഡധാരണം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിന്റെ പുനരാഗമനം, യേശുക്രിസ്തുവിന്റെ നിത്യവാഴ്ച. ഇനി അടുത്തത്, എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പഠിക്കേണ്ടത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത്? നമ്മൾ വിശ്വസിച്ചാ പോരെ? നല്ലൊരു ഉത്തരം പറഞ്ഞേ, ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഒരു സജഷൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പഠിക്കേണ്ടത്? ആരെങ്കിലും ഉള്ളത് പറഞ്ഞേ, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. ലിൻഡ ഇല്ലേ? ലിൻഡയാണോ?
എന്ന് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ. ഭാഷ അത് ബൈബിളിനകത്തുണ്ടല്ലോ, പിന്നെന്തിനാ പഠിക്കേണ്ടത്? പണ്ടേ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയ സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മീൻകറി തന്നു. മീൻകറി ഒരു മുഷിയായിരുന്നു മീൻ. മുഷി കഴിച്ചിട്ടില്ലേ അല്ലേ? ഞങ്ങൾ ആ മീൻകറി 2 പാത്രമാണ് വെച്ചേക്കുന്നത്. നോക്കുമ്പം 2 കൊമ്പ്, 2 കണ്ണ്, ഒരു വാലൊക്കെ വെച്ച് എന്ത് ചെയ്യാ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെച്ചേക്കുക. 2 കണ്ണുണ്ട്, 2 ഈ മീശയൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ച് മുന്നിൽ ഞങ്ങളെ തുറച്ചു നോക്കുക. കാരണം അവിടുത്തെ ആൾക്കാർ അങ്ങനെ മീൻകറി വെക്കുന്നത്. നമ്മൾ വെക്കുന്നവരല്ല. തിരുവനന്തപുരത്തുള്ള ആൾക്കാർ മീൻകറി വെക്കുന്നത് തേങ്ങ അരച്ച, കോട്ടയംകാര് കുടംപുളി ഇട്ടാ വെക്കുന്നല്ലേ. ഇപ്പൊ ഞാൻ കണ്ണൂരാണ്, കണ്ണൂരും തേങ്ങ അരച്ചാ വെക്കും. പക്ഷെ കോട്ടയംകാര് പത്തനംതിട്ടക്കാർക്ക് ഞങ്ങൾ വെക്കുന്നത് കുടംപുളി ഇട്ടാ വെക്കും. അവര് വെക്കുന്നത് ഈ മീനെ വറക്കും, എണ്ണക്കിട്ട് വറുത്താ വെക്കുന്നത്. അപ്പൊ ഞാനവിടെ ചോദിച്ചു, ഈ മീൻ കഴിവുണ്ടെന്ന് വേണം ജോലി വന്നൊക്കെയാണോ? അവര് പറഞ്ഞത്, ഭയ്യ മീൻ വെള്ളത്തിലല്ല കിടക്കണം, പിന്നെ കഴുകേണ്ട ആവശ്യമുണ്ടോ? ശരിയല്ലേ? ശരിയാ, അവരുടെ ചിന്ത കറക്റ്റാ. വെള്ളത്തിൽ കിടക്കുന്നത് കഴുകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അവരെ ഉപയോഗിക്കത്തില്ല. ഞങ്ങൾ കഴിച്ചില്ല അത്. ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെ മീൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. വേറെ പഞ്ചാബിലെ കർത്താവിന്റെ മഹത്വമുള്ളവരെ ചെന്നപ്പോൾ ഞാൻ ചെന്നപ്പോഴേ, ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് റൊട്ടി തന്നു. റൊട്ടി, അതായത് ചപ്പാത്തി. നമ്മൾ പറഞ്ഞ ചപ്പാത്തി കൊണ്ട് വെക്കുകയും മണികണ്ഠനീച്ച ഉണ്ടല്ലോ, എവിടെ നിന്ന് അറിയത്തില്ല, ഒരു 500-600 ഉണ്ട്. ഈ ചപ്പാത്തിന് മേളിലേക്ക് വന്നങ്ങ് ഇരുന്നത്. കഴിക്കുവോ? നിങ്ങളാണ് കഴിക്കുവോ? ബുദ്ധിമുട്ടാ. ഇത് കാണുമ്പോൾ ഓക്കാനൊക്കെ വരും. കഴിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കഴിച്ചില്ലേ അവർക്ക് നമ്മളോട് ഇഷ്ടമല്ല. ഞാൻ ഇടയ്ക്ക് ഈ മണികണ്ഠീച്ച വന്നിരിക്കാത്തതുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് 2-3 ചപ്പാത്തി എടുത്ത് കഴിക്കും. പിന്നെ ചായ അവർ തരുന്നത്, ചായ തരുമ്പോൾ നമുക്ക് മുട്ടയും കൂടെ തരും. ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് മുട്ട ഇടും ആദ്യമേ ആ പാത്രത്തിലേക്ക്. മുട്ട തിളച്ച് വെന്ത് കഴിയുമ്പോൾ മുട്ടയും കൂടെ എടുത്തിട്ട് അതേ പാത്രത്തിലേക്ക് ചായപ്പൊടി ഇടും. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ, എന്തിനാ പാസ്റ്ററെ, അല്ല എന്തിനാ സാറേ ഉയപ്പൊക്കെ പഠിക്കുന്നു? അതൊക്കെ പഠിക്കേണ്ട ആവശ്യം അല്ലെ? തങ്കമ്മാവ എന്ന് പറഞ്ഞേ, എന്തിനാ പഠിക്കുന്നത്? സർട്ടിഫിക്കറ്റ് പഠിക്കാൻ മാത്രമാണോ? അല്ലല്ലോ. ആണോ? എന്തിനാ ഉയർപ്പ് പഠിക്കുന്നത്? വിശ്വസിച്ചാ പോരെ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനം പ്രാപിച്ചതുപോലെ തന്നെ നമ്മളും പ്രാപിക്കേണ്ടവരാ. അപ്പൊ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടി. നല്ല മറുപടി. ഓക്കെ, ഗുഡ്. ദൈവം അനുഗ്രഹിക്കും. ശരി. എന്തുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടത് ചോദിച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക്, ജനസമൂഹത്തിനും ഒരു യഥാർത്ഥ സംഭവം ആയിരുന്നു എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും രക്ഷാപദ്ധതിയുടെയും എതിർക്കുന്ന സാത്താന്യ ശക്തികളും ഈ സത്യത്തെ മറച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ കുരുടാക്കി മിഥ്യാധാരണകൾ അടിച്ചേൽപ്പിച്ച് ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പോലും ഈ സത്യം അംഗീകരിക്കാൻ കഴിയാതെ യേശുവിനെ ഒരു വ്യത്യസ്ത മനുഷ്യനായി മാത്രവും ഭൗതിക നേട്ടത്തിന് ലാഭത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന, ഭക്തിയുടെ ശക്തിയെ ത്യജിച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് ലോകവും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തു ഉയർപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യം. ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന അനേകര് എഴുന്നേറ്റിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിന്റെ ഉയർപ്പെന്നത് ലോക ചരിത്രത്തിലെയും ലോക മതങ്ങളിലെയും ചിന്താലോകത്തിന്റെയും തന്നെ മൗലികമായ ഒരു മൂല്യമാണ്. ക്രിസ്തുവിന്റെയും ക്രിസ്തീയ വിശ്വാസത്തിന്റെയും അനന്യതയെ ചോദ്യം ചെയ്യണമെങ്കിൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന സത്യത്തെ നിഷേധിച്ചേ മതിയാകും. ക്രിസ്തീയ വിശ്വാസം എതിർക്കുന്നവർക്ക് ഇത് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടരുടെ വാചാടോപത്തിൽ, അതായത് അവരുടെ വാക്കുകളിൽ ആകൃഷ്ടരായി സത്യത്തിന്റെ തരിപ്പും ഇല്ലാത്ത വാദഗതികൾ
കുടുങ്ങിപ്പോകുന്ന പലരുമുണ്ട്. വളരെ തന്ത്രപൂർവം വേച്ചപ്രശ്നത വരുത്തിയ വാദങ്ങൾ കുടുങ്ങിയ പലരും ആശയക്കുഴപ്പത്തിൽ ആകാറുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ കാതലായ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ആധികാരികത തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഇതിനെ അനേകർ ഇന്ന് ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ നൂറ്റാണ്ടിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് യാഥാർത്ഥ്യമാണ്. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുവാൻ ശത്രുവാകുന്നവൻ ഭാഷകളുടെ വ്യത്യസ്തമായ തലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആശയങ്ങളെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പിശാച്, നമുക്കറിയാം, എല്ലാ ദുരുപദേശത്തിന്റെയും പിമ്പിൽ വ്യാപരിക്കുന്ന ശക്തി സാത്താനാണ്. എല്ലാ മതങ്ങളുടെയും പിമ്പിൽ വ്യാപരിക്കുന്ന ശക്തി സാത്താനാണ്. അപ്പൊ സാത്താൻ എന്ന് അറിയാമോ, ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് തെറ്റായ ചിന്തകൾ നമ്മളിൽ കൊണ്ടുവരും, വിശ്വാസികൾ നമ്മളിൽ കൊണ്ടുവരും. നമ്മളോട് ആരും ചോദിക്കുക, നീ കണ്ടോ പുനരുത്ഥാനം ചെയ്ത് യേശുവിനെ കണ്ടോ, യേശുവിന്റെ പുനരുത്ഥാനം തെറ്റല്ലേ എന്ന് അവരുടെ ചിന്തകൾ കൊണ്ടുവന്ന് വാക്കുകളിലൂടെ, ആശയങ്ങളിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ വിശ്വാസത്തെ എതിർക്കും, തടയും. അപ്പൊ സാത്താൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ചിന്തകൾ അന്നത്തെ മനുഷ്യരിടയിൽ കൊണ്ടുവന്നെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ദൈവത്വം, യേശുവിന്റെ പാപരാഹിത്യം, കന്യാജന്മം, ഇതിനെല്ലാം എതിരായിട്ട് 2-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അനേക വ്യക്തികൾ എഴുന്നേറ്റ് എതിർത്തു എന്ന തിരുവചനം നമ്മൾ അതിന്റെ ചരിത്രഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇത് പഠിക്കേണ്ടത് അനിവാര്യതയാണെന്നുള്ള കാര്യം മറന്നു പോകും. അങ്ങനെ ഈ ഉയർപ്പിനെ എതിർക്കുന്നവർ പറയുന്ന ചില തെറ്റായ സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് എന്തുകൊണ്ട് പഠിക്കണം, അതിന്റെ അനിവാര്യത എന്താണെന്ന് ചോദിച്ചാൽ, അനേക സിദ്ധാന്തങ്ങൾ ഈ കാലഘട്ടത്തിലും 2-ാം നൂറ്റാണ്ട് മുതൽ സാത്താനാകുന്നവൻ അവിശ്വാസികളിലും വിശ്വാസികളിലും യേശുവിന്റെ വിശ്വാസം വിട്ടവര് പാപലോകത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവർ പഠിപ്പിച്ച തെറ്റായ സിദ്ധാന്തങ്ങളും അതിന്റെ മറുപടികളും നമുക്കൊന്ന് ചിന്തിക്കുന്നത് അനിവാര്യമാണ്. അതിനുശേഷം നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുവാൻ കഴിയും. ഇത് വളരെ ചിന്തനീയമായ കാര്യമാണ്. ഇത് പഠിച്ചിരിക്കണം, ഞാനും പഠിച്ചിരിക്കണം. അപ്പൊ അടുത്ത ഹെഡിങ്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്ന തെറ്റായ സിദ്ധാന്തങ്ങൾ. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്ന തെറ്റായ സിദ്ധാന്തങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാം. 1-2 സിദ്ധാന്തങ്ങൾ നോക്കിയാൽ മതി, എല്ലാം നോക്കണ്ട. ഇവിടെ ഞാൻ 5 സിദ്ധാന്തം ആയിട്ടുണ്ട്. 5 എണ്ണം വേണ്ട, ഒരു 3 എണ്ണമെങ്കിലും പഠിച്ചാൽ 3. നിങ്ങൾ പഠിതാക്കളായതുകൊണ്ട് തീർച്ചയായും ഇത് പഠിച്ചിരിക്കണം. ഒന്നാമത്തത് വഞ്ചനാ സിദ്ധാന്തം. ഒന്നാമത്തത് ദ ഫോൾസ്ഹുഡ് തിയറി, വഞ്ചനാ സിദ്ധാന്തം. ഈ വഞ്ചനാ സിദ്ധാന്തത്തെ പറയുന്നത്, യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയ ശേഷം അവൻ ഉയർത്തതായി കെട്ടിച്ചമച്ച കഥയായിരുന്നു പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഇതിനെയാണ് വഞ്ചനാ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി, അതിനുശേഷം അവൻ ഉയർത്തതായി കെട്ടിച്ചമച്ച കഥയായിരുന്നു. യേശുവിന്റെ മരണശേഷം യേശുവിനെ കൊണ്ട് കല്ലറടക്കി അന്ന് രാത്രി തന്നെ യേശുവിന്റെ ശരീരം അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് യേശു ഉയർത്തു എന്നൊരു കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി. അതാണ് വഞ്ചനാ സിദ്ധാന്തം പറയുന്നത്. ഈ ആശയം വിശ്വസിക്കുന്ന അനേക ആളുകൾ ഇന്നും കഴിഞ്ഞ നാളിലുമുണ്ട്. ഇതിന്റെ ഉപജ്ഞാതാക്കളുടെ യഹൂദന്മാരായിരുന്നു കാണുവാൻ കഴിയുന്നു. മത്തായി 28:11 മുതൽ 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരാണ് ഇത് ആദ്യമേ ഈ വഞ്ചനാ സിദ്ധാന്തം ആവിഷ്കരിച്ചെന്ന് കാണുവാൻ കഴിയും. വഞ്ചനാ സിദ്ധാന്തം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. അതിന് മറുപടി നമ്മൾ തുടർന്ന് തരുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. മറ്റു തര സിദ്ധാന്തങ്ങൾ അതിന് മറുപടി തരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോഴാ മറുപടി തരുന്നില്ല. അപ്പൊ 2ാമത്തെ തെറ്റായ സിദ്ധാന്തം, ബോധക്ഷയ സിദ്ധാന്തം.
ബോധക്ഷയ സിദ്ധാന്തം, സ്വൂൺ തിയറി. അത് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു ബോധക്ഷയം ഉണ്ടായി മരിച്ചതോടൊക്കെയായിരുന്നു എന്ന് വാദിക്കുന്നവർ. യേശു മരിച്ചില്ല, യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു ബോധക്ഷയം മാത്രമാണ് ഉണ്ടായത്, മരിച്ചതുകൊണ്ട് കിടക്കുകയായിരുന്നു, മരിച്ചില്ലായിരുന്നു എന്ന് വാദിക്കുന്നവർ. അതാണ് ബോധക്ഷയ സിദ്ധാന്തം എന്ന് പറയുന്നത്. മരിച്ചില്ല, മരിച്ചത് കിടക്കുകയായിരുന്നു. ആദ്യം പറയുന്നത് യേശുവിന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് ആദ്യം പറഞ്ഞത്, എന്നിട്ട് ഉയർത്തു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. രണ്ടാമത് ബോധക്ഷയ സിദ്ധാന്തം പറയുന്നത് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു ബോധക്ഷയം ഉണ്ടായി, അവൻ മരിച്ചതുപോലെ കിടക്കുകയായിരുന്നു, മരിച്ചില്ലായിരുന്നു എന്ന് വാദിക്കുന്നു. ലൂക്കോസ് 23:46 മുതൽ 27 വരെയും മത്തായി 27:50 മുതൽ 53 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പ്രാണനെ വിട്ടത് ശതാധിപൻ കണ്ടതാണ്. കാരണം യേശുവിന്റെ കാലൊടിക്കാൻ വരുന്ന സമയത്ത് ക്രൂശിൽ കിടക്കുന്ന ഇടത്തും വലത്തും കിടക്കുന്ന 2 കള്ളന്മാരുടെ കാലൊടിക്കുന്നു. എന്നാൽ യേശുവിന്റെ കാലൊടിക്കാൻ വരുമ്പോൾ അവർ കാണുന്നത് യേശു മരിച്ചു കിടക്കുന്നതായിട്ടാണ്. യോഹന്നാൻ 19:28-39 അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടെ നിന്ന് അവസാന തുള്ളി രക്തവും വെള്ളവും പുറപ്പെട്ടെന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യേശുവിന്റെ ശരീരം മരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി കാണുന്ന ഒരു ഭാഗമാണ് ബൈബിളിൽ കാണുവാൻ കഴിയും. അപ്പോൾ അതിന്റെ മറുപടി ലൂക്കോസ് 23:46, 27 മുതൽ 46 വരെയും 46 മുതൽ 47 വരെയും മത്തായി 27:50 മുതൽ 53 വരെയും യോഹന്നാൻ 19:28 മുതൽ 39 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു മരിക്കുന്നത് ശതാധിപൻ കണ്ടു, അവന്റെ കാലൊടിക്കാൻ വന്ന പടയാളികൾ കണ്ടു, കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഇതിലൂടെ അവന്റെ മരണം എന്ത് ചെയ്തു? യേശു മരിച്ചു എന്നോടെ സ്ഥിരീകരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ ബോധക്ഷയ സിദ്ധാന്തം ഒരിക്കലും ശരിയല്ല, യേശു മരിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പൊ ആദ്യം പറഞ്ഞ ബോധക്ഷയ സിദ്ധാന്തവും രണ്ടാമത് അതിന്റെ ആൻസറുമാണ്. അടുത്തത് തെറ്റായ കല്ലറയെ കുറിച്ചുള്ള സിദ്ധാന്തം. തെറ്റായ കല്ലറയെ കുറിച്ചുള്ള സിദ്ധാന്തം. തെറ്റായ കല്ലറയെ കുറിച്ച് സിദ്ധാന്തം. സ്ത്രീകളും ശിഷ്യന്മാരും തെറ്റുപറ്റി ഒഴിഞ്ഞ വേറെ ഏതോ കല്ലറയിലാണ് ചെന്നതെന്നും അവിടെ ആരെയും കാണാഞ്ഞതിനാൽ യേശു ഉയർത്തു എന്ന് നിഗമനത്തിലെത്തുകയായിരുന്നു എന്നാണ് ഈ സിദ്ധാന്തക്കാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ പറയാം, സ്ത്രീകളും ശിഷ്യന്മാരും തെറ്റുപറ്റി ഒഴിഞ്ഞ വേറെ ഏതോ കല്ലറയിലാണ് ചെന്നത്. അവിടെ ആരെയും കാണാൻ കഴിഞ്ഞാഞ്ഞതിനാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന നിഗമനത്തിൽ വരുത്തുകയായി. അതിരാവിലെ ഇരുട്ടുള്ളപ്പോഴാണ് അവർ കല്ലറക്ക് എത്തിയത് കൊണ്ട്, അപ്പോൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പറയുകയാണ്, സ്ത്രീകളും ശിഷ്യന്മാരും തെറ്റുപറ്റിപ്പോയി, യേശുവിനെ അടക്കിയ കല്ലറയല്ല, വേറെ ഒരു കല്ലറയാണ് ചെന്നത്. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് കല്ലറ ചെന്നപ്പം ആരെ അവിടെ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞതാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവര് കള്ളം പറഞ്ഞതാണ് എന്നാണ് തെറ്റായ കല്ലറ സിദ്ധാന്തം പറയുന്നത്. അതിനെതിരെയുള്ള അതിന്റെ ശരിയായ ആൻസർ യേശുവിനെ അടക്കിയ കല്ലറ സന്നിധി സംഘത്തിലെ അംഗമായിരുന്ന അരിമത്യക്കാരനായ യോസഫിന്റെ സ്വന്തം കല്ലറയായി. യേശുവിനെ അടക്കിയ കല്ലറ സന്നഹദ്രീം സംഘത്തിലെ അംഗമായിരുന്ന അരിമത്യയിലെ യോസഫിന്റെ സ്വന്തം കല്ലറയാണ്. അവിടെയാണ് യേശുവിനെ അടക്കിയത്. 2, സ്ത്രീകൾ യേശുവിനെ വെച്ച കല്ലറ വ്യക്തമായി കണ്ടിരുന്നു. സ്ത്രീകൾ
യേശുവിന് വെച്ച കല്ലറ വ്യക്തമായി കണ്ടിരുന്നു. ലൂക്കോസ് 23:55, മർക്കോസ് 15:47. രണ്ട് വാക്യം കാണാൻ കഴിയും. എവിടെയാണ് ആരുടെ കല്ലറ കൊണ്ട് വെച്ചെന്ന് ഈ സ്ത്രീകൾ വ്യക്തമായി കണ്ടിരുന്നു, ശിഷ്യന്മാരും കണ്ടിരുന്നു. ലൂക്കോസ് 23:55, മർക്കോസ് 15:47. എല്ലാ ശിഷ്യന്മാരും കാണത്തില്ല, കണ്ടിരുന്നു. ആ കല്ലറയിൽ തന്നെയാണ് റോമാ ഗവൺമെന്റ് പട്ടാളക്കാരെ കാവൽ നിർത്തിയ കല്ലറ. അത് തന്നെയാണ്. ആ കല്ലറയിൽ തന്നെ രാവിലെ ചെല്ലുമ്പോൾ ആ കല്ലറയിൽ തന്നെ പടയാളികൾ ഉണ്ടെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ റോമാ ഗവൺമെന്റ് പടയാളികൾ നിർത്തിയ അതേ കല്ലറ തന്നെയായിരുന്നു. മത്തായി 28:1 മുതൽ 4 വരെ വാക്യങ്ങളിൽ കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു, വിറച്ച് മരിച്ചവനെ പോലെയായി. ദൂതന്മാർ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശു അന്വേഷിക്കുന്നു എന്ന് അറിയുന്നു, അവൻ ഇവിടെയില്ല. അപ്പൊ ഒന്ന് അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയായിരുന്നു. ആ കല്ലറ സ്ത്രീകളും ശിഷ്യന്മാരും വ്യക്തമായി കണ്ടിരുന്നു. ആ കല്ലറയിൽ പടയാളി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തെറ്റായ കല്ലറ സിദ്ധാന്തം യുക്തിക്ക് നിരക്കുന്നതല്ല, അത് സുവിശേഷ വിരോധികൾ അടിച്ചെറുക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത് തെറ്റായ സിദ്ധാന്തത്തെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞ തെറ്റായ സിദ്ധാന്തം. 1 വഞ്ചന സിദ്ധാന്തം, 2 ബോധക്ഷയ സിദ്ധാന്തം, 3 തെറ്റായ കല്ലറയെ കുറിച്ച് സിദ്ധാന്തം. അടുത്തത് ആത്മസിദ്ധാന്തം. ആത്മസിദ്ധാന്തം ആത്മസിദ്ധാന്തം പറഞ്ഞ് യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് ഉയർത്തിട്ടില്ല, യേശുവിന്റെ ആത്മാവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനാൽ യേശു ഉയർത്തു എന്ന് വ്യാഖ്യാനിച്ചതാണ്. യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് ഉയർത്തിട്ടില്ല, യേശുവിന്റെ ആത്മാവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായതുകൊണ്ട് യേശു ഉയർത്തെന്ന് പറയുക. കല്ലറയ്ക്ക് ഉയർത്തിയിട്ടില്ല യേശുവിന്റെ ശരീരം, പക്ഷെ യേശുവിന്റെ ആത്മാവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായപ്പോൾ അവര് പറഞ്ഞതാണ് യേശു ഉയർത്തെന്ന്. അതാണ് ആത്മസിദ്ധാന്തം പറയുന്നത്. ദർശനസിദ്ധാന്ത സിദ്ധാന്തം പറയുന്നത് മഗ്ദല മറിയ എന്തെന്നറിയാമോ, യേശു ഉയർത്തി നിൽക്കുമെന്ന് ഒരു പ്രചോദനം ഉണ്ടായതാണ് എന്നാണ് ദർശന സിദ്ധാന്തം പറയുന്നത്. ഒരു പ്രചോദനം ഉണ്ടായതാണ്. ഇനി അടുത്തത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ തെളിവുകൾ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ തെളിവുകൾ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ തെളിവുകൾ. അത് ഏതാണ്ട് 7 പോയിന്റുണ്ട്. 7 പോയിന്റ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന തെളിവുകൾ. 1 യേശുക്രിസ്തുവിന്റെ വാദം. 1 യേശുക്രിസ്തുവിന്റെ വാദം. യേശുക്രിസ്തുവിന്റെ വാദം. അതിന്റെ വാക്യങ്ങൾ എഴുതാം. മത്തായി 16:21, മത്തായി 16:21, ലൂക്കോസ് 9:22, ലൂക്കോസ് 9:22, ലൂക്കോസ് 18:31 മുതൽ 33 വരെ, ലൂക്കോസ് 18:31 മുതൽ 33 വരെ, മർക്കോസ് 8:31, മർക്കോസ് 8:31. യേശു തന്നെ പറയുന്നുണ്ട്, പരീശന്മാരും ശാസ്ത്രിമാരാലും പുരോഹിതന്മാരും ഞാൻ കൊല്ലപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും വന്ന്. പുനരുത്ഥാനത്തിലുള്ള യേശുവിന്റെ അവകാശവാദം. 2 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. 1 യോഹന്നാൻ 20:19-20. യോഹന്നാൻ 20:19-20. യോഹന്നാൻ 20:19-20. 2 പ്രവൃത്തിയുടെ പുസ്തകം. പ്രവൃത്തിയുടെ പുസ്തകം 2:23 മുതൽ 24 വരെ.
പ്രവൃത്തി 2:23 മുതൽ 24 വരെ, റോമ 33 വാക്യം. റോമ 33. യോഹന്നാൻ 21:1 മുതൽ 4 വരെ. യോഹന്നാൻ 21:1 മുതൽ 4 വരെ. ലൂക്കോസ് 24:50 മുതൽ 53 വാക്യങ്ങൾ. ലൂക്കോസ് 24:50 മുതൽ 53. ഇത് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അവര് ഇത് കണ്ടു, അവരെ യേശുവിന്റെ അടുക്കൽ വന്നു എന്നുള്ളതാണ്. അടുത്തത് ദൂതന്മാരുടെ സാക്ഷ്യം. ദൂതന്മാരുടെ സാക്ഷ്യം ലൂക്കോസ് 24:1 മുതൽ 7 വരെ. ലൂക്കോസ് 24:1 മുതൽ 7 വരെ ദൂതന്മാരുടെ സാക്ഷ്യം. അടുത്തത് തുറന്ന കല്ലറ. പുനരുത്ഥാന തെളിവ തുറന്ന കല്ലറ. മത്തായി 28:6, ലൂക്കോസ് 24:3. തുറന്ന കല്ലറ. സ്തേഫാനോസിന്റെ സാക്ഷ്യം. ആറാമത്തെ സ്തേഫാനോസിന്റെ സാക്ഷ്യം. പ്രവൃത്തി 7:56. കേക്കത്തില്ല, പറഞ്ഞു. ക്ലിയർ ആകുന്നില്ല. ദൂതന്മാരുടെ സാക്ഷ്യം. തുറന്ന കല്ലറയുടെ വാക്യം. തുറന്ന കല്ലറ. മത്തായി 28:6. തുറന്ന കല്ലറ. മത്തായി 28:6, ലൂക്കോസ് 24:3. അടുത്ത സ്തേഫാനോസിന്റെ സാക്ഷ്യം. സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പിതാവിന്റെ വലഭാഗം നിൽക്കുന്നതായിട്ട് അവൻ കാണുകയാണ്. ലൂക്കോസ് 7:56, പ്രവൃത്തി 7:56. അവസാനമായി പൗലോസിന്റെ സാക്ഷ്യം. സ്തേഫാനോസിന്റെ സാക്ഷ്യം. പ്രവൃത്തി 7:56. അവസാനം പൗലോസിന്റെ സാക്ഷ്യം. അകാല പ്രജയായി എനിക്കും പ്രത്യക്ഷനായി പൗലോസ് പറയുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ 15:7-8 വാക്യം. 1 കൊരിന്ത്യർ 15:8 വാക്യം. അകാല പ്രജയായ എനിക്കും പ്രത്യക്ഷനായി. ഇതാണ് പുനരുത്ഥാന തെളിവുകൾ. ഇനി അടുത്തത് ഉയർപ്പിന് ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷതകൾ. ഉയർപ്പിന് ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷതകൾ. ഉയർപ്പിന് ശേഷം യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തമായ തെളിവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഉയർപ്പിന് ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷതകൾ. അതിന്റെ ഹെഡിങ് ഉയർപ്പിന് ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷത. 1, ദൂതന്റെ സാക്ഷ്യം. ദൂതന്റെ സാക്ഷ്യം ഒന്നാമത്തെ. ലൂക്കോസ് 24:1 മുതൽ 7 വരെ. ഉയർപ്പിന് ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷതകളാണ്. എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു? 1, ദൂതന്റെ സാക്ഷ്യം. ലൂക്കോസ് 24:1 മുതൽ 7 വരെ. 2, മഗ്ദല മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്നു. മഗ്ദലന മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്നു. യോഹന്നാൻ 20:11 മുതൽ 18 വരെ. യോഹന്നാൻ സുവിശേഷം 20:11 മുതൽ 18 വരെ. 3, അന്നേ ദിവസം കഥകടച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി.
അന്നേ ദിവസം കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യോഹന്നാൻ 20:19 മുതൽ 23 വരെ. അന്നേ ദിവസം കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി. യോഹന്നാൻ 20:19 മുതൽ 23 വരെ. അടുത്തത് നാലാമത്തെ, അപ്പോസ്തലനായ തോമസിന് പ്രത്യക്ഷനാകുന്നു. അപ്പോസ്തലനായ തോമസിന് പ്രത്യക്ഷനാകുന്നു. തോമസ് ആ സമയത്തില്ലായിരുന്നു. കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ആ സമയത്തില്ല. അവൻ പറഞ്ഞു, ഞാൻ ആ യേശുവിന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കിയിട്ട് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പോൾ യേശു എന്ത് ചെയ്യുന്നു? അപ്പോസ്തലനായ തോമസ് പ്രത്യക്ഷനാകുന്നു. യോഹന്നാൻ 20:26 മുതൽ 28 വരെ. മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. അഞ്ചാമത്തത്, മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. അഞ്ചാമത്തത്, യോഹന്നാൻ 21:1 മുതൽ 4 വരെ. മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. യോഹന്നാൻ 21:1 മുതൽ 14 വരെ. അഞ്ഞൂറിലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:3 മുതൽ 6 വരെ. 500-ൽ പരം ആൾക്കാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:3 മുതൽ 6 വരെ. യാക്കോബിന് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:7. യാക്കോബിന് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:7. ബഥാനിൽ വെച്ച് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. മത്തായി 28:16 മുതൽ 20 വരെ. അടുത്ത പൗലോസ് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:8. അടുത്തത് 40ഓളം ദിവസം ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ കാണിച്ചു കൊടുക്കും. 40ഓളം ദിവസം. ഏതാണ്ട് 120 പേർ അടങ്ങിയിരുന്ന ആ ഒരു ശിഷ്യന്മാരുടെ ഗണത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം ഇത് 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിലാണ് 40ഓളം ശിഷ്യന്മാർക്ക് ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ കാണിച്ചു കൊടുക്കും. അപ്പൊ എത്ര പേർക്കാണ് യേശു പ്രത്യക്ഷനായത്? 500-ൽ പരം ആളുകൾക്ക്, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും. തന്റെ സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷനായി. ബഥാനിൽ വെച്ച് 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പൗലോസ് പ്രത്യക്ഷനായി. 40ഓളം ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? അനേക ദൃഷ്ടാന്തങ്ങളൂടെ തെളിയിച്ച് താൻ കാണിച്ചു കൊടുത്ത് ശിഷ്യന്മാരുടെ സമയങ്ങൾ ചിലവഴിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് യേശു ജീവിച്ചിരിക്കുന്നു വ്യക്തമായി കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് പറഞ്ഞതിന്റെ വാക്യം എന്ന് പറയൂ സാർ. രാസവന പറയാം. 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷനായി. 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർ പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ കാണിച്ചു കൊടുത്തു. പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ 11-ാം അധ്യായത്തിലാണ് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നത്.
ഇതെല്ലാം ബൈബിളിലെ കാര്യങ്ങളാണ് പറഞ്ഞത്, ബൈബിളിലെ കാര്യം അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ഭാഗം കൂടെ ഉണ്ട്, അപ്പോസ്തല പിതാക്കന്മാരുടെ സാക്ഷ്യമുണ്ട്. അപ്പോസ്തല പിതാക്കന്മാരുടെ സാക്ഷ്യമുണ്ട്. റോമിലെ ബിഷപ്പായിരുന്ന ക്ലമന്റിന്റെ സാക്ഷ്യമുണ്ട്. പോളികാർപ്പ് എന്ന് പറയുന്നത് യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പ്, തെർത്തുല്യൻ, ഐറേനിയസ്, ഒറിഗൺ, ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഈ സഭാ നേതാക്കന്മാരായി അപ്പോസ്തലന്മാർക്ക് ശേഷം പിന്തുടർന്ന് വന്നത് അപ്പോസ്തല പിതാക്കന്മാർ എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഉയർപ്പെന്ന് പറയുന്നത് 100% സത്യമാണെന്ന് പറയാൻ കാരണം ബൈബിൾ വ്യക്തമായി തെളിവ് തരുന്നുണ്ട്. ആ കാലത്ത് ജീവിച്ചിരുന്ന ജോസീഫസ് എന്ന് പറയുന്ന ഒരു യഹൂദ ചരിത്രകാരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ചരിത്രരേഖയുണ്ട്. അപ്പോസ്തല പിതാക്കന്മാരെന്ന് പറയുന്നത് ആരും ചോദിച്ചാൽ അപ്പോസ്തലനായ പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, ഇവർക്ക് ശേഷം വന്ന ഈ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരെ വിളിക്കുന്ന പേരാണ് അപ്പോസ്തല പിതാക്കന്മാരെന്ന്. ചർച്ച് ഫാദേഴ്സ് എന്നാ പറയുന്നത്, ചർച്ച് ഫാദേഴ്സ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാരിൽ നിന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കൊരു ശിഷ്യൻ വന്നാൽ എന്നിൽ നിന്നും പല കാര്യങ്ങൾ കേൾക്കും. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ശിഷ്യത്വമുണ്ട്, ഇന്നത്തെ വളരെ കുറവാണ്. ഇല്ല, ശിഷ്യന്മാർ വളരെ കുറവാണ്. പക്ഷെ അന്ന് ശിഷ്യത്വമാണുള്ളത്. ഒരു ശിഷ്യന്റെ അടുക്കൽ പോയി ദൈവവചനം പഠിക്കുക, അവനോട് കൂടെ യാത്ര ചെയ്യുക, യേശുവിന്റെ കൂടെ ശിഷ്യന്മാർ യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യുക ചെയ്യും. അപ്പോൾ അപ്പോസ്തല പിതാക്കന്മാരുടെ സാക്ഷ്യം, അതായത് അപ്പോസ്തല പിതാക്കന്മാർ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ. ഈ സഭാപിതാക്കന്മാർ ചിലർ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുമായി അടുത്ത ബന്ധമുള്ളവരും അവരാൽ നിയമിതരുമായിരുന്നു. അതുകൊണ്ട് അവരിൽ നിന്ന് ഉപദേശം കേട്ട് പഠിച്ചതായി നമുക്ക് ചിന്തിക്കാം. അപ്പൊ അവരുടെ സാക്ഷ്യമാണ്, അവരുടെ എഴുത്തുകളിൽ നിന്നും യേശുവിന്റെ പുനരുത്ഥാനം സത്യസന്ധമായ കാര്യമായിരുന്നുവെന്ന് അവരുടെ എഴുത്തുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇനി അവസാനത്തെ ഈ ഭാഗത്ത് അവസാനത്തെ ഒരു ചിന്ത കൂടെ പറഞ്ഞിട്ട് ഈ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഭാഗം നിന്നിട്ട് അടുത്തത് 2 പോയിന്റ് കൂടെ ഉള്ളൂ. യേശുവിന്റെ പുനരുത്ഥാനശേഷമുള്ള 40 ദിവസങ്ങൾ, അതിനുശേഷം അധ്യക്ഷതയ്ക്കുള്ള മധ്യസ്ഥനെ തെരഞ്ഞെടുപ്പ്. ഇതോടുകൂടെ 1-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന്റെ 3 പ്രധാന ഗുണങ്ങൾ ഇത്രയുമാണ് 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇനി അടുത്തത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ഉപദേശപരമായ പ്രാധാന്യം. പുനരുത്ഥാനത്തിന്റെ ഉപദേശപരമായ പ്രാധാന്യം. ഉപദേശപരം വളരെ പ്രാധാന്യമുണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തിന്. ഒന്ന് പത്രോസ് 1:3 വായിച്ചാട്ടെ. 1 പത്രോസ് 1:3 പുനരുത്ഥാനത്തിന്റെ ഉപദേശപരമായ പ്രാധാന്യം എന്താണെന്ന് കൊടുക്കുന്നത് വായിക്കാം. 1 പത്രോസ് 1:3 ഒന്ന് വായിച്ചേ. ചെറിയ പനിയുടെ അസ്വസ്ഥതകളുണ്ട്, മൂക്കടഞ്ഞിരിക്കുക. ഒന്ന് വായിച്ചാട്ടെ ആരെങ്കിലും ഒരാള്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അവൻ മരിച്ചവരിൽ നിന്നുള്ള യേശുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാനിധി പ്രകാരം നമ്മെ ജീവൻ പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചു. ഇതാ എവിടെ ജനിപ്പിച്ചിരിക്കുന്നത്? പുനരുത്ഥാനത്താൽ, ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ. അപ്പോൾ ഈ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ്
വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ യേശുവിന്റെ പുനരുത്ഥാനം വരുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മളെ വീണ്ടും മരിച്ചു വിടുന്നുള്ള യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ കണ്ണാന്ത പ്രകാരം നമ്മെ വീണ്ടും പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് പുനരുത്ഥാനത്തിന് ഉപദേശമായ പ്രാധാന്യം. ഒന്നാമത്തത്, പുനരുത്ഥാനം ക്രിസ്തു സാക്ഷാൽ ദൈവത്വനാണെന്നുള്ള സത്യം വെളിപ്പെടുത്തും. ഒന്ന്, പുനരുത്ഥാനത്തിന്റെ ഉപദേശപരമായ പ്രാധാന്യമാണ് ഒന്നാമത്തെ പോയിന്റ്. പുനരുത്ഥാനം ക്രിസ്തു സാക്ഷാൽ ദൈവത്വനാണെന്നുള്ള സത്യം വെളിപ്പെടുത്തും. യേശു പുനരുത്ഥാനം ചെയ്തില്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവത്വനാണെന്നുള്ള സത്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല, ഒരിക്കലുമില്ല. റോമർക്കെഴുതിയ ലേഖനം 1:5 വാക്യത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ജഡസമ്പത്തി ദാവീദ് സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സമ്പത്തി ദൈവത്തിൽ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാൽ തന്നെ ഞങ്ങൾ അവന്റെ നാമത്തിനായ സഹചാരിയുടെ കണ്ടോ. അപ്പോൾ പുനരുത്ഥാനം ക്രിസ്തു സാക്ഷാൽ ദൈവത്തിനാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് പുനരുത്ഥാനം. 2, പുനരുത്ഥാനം യേശുക്രിസ്തുവിൽ കൂടെയുള്ള പാപപരിഹാരത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നു. പുനരുത്ഥാനം യേശുക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നു. റോമർ 4:25 വായിക്കുമ്പോൾ പുനരുത്ഥാനം ക്രിസ്തുവിൽ കൂടെയുള്ള പാപപരിഹാരത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നു. റോമർ 4:25 നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചടിയിൽ ഉറപ്പിച്ചവൻ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതായാൽ തന്നെ കേട്ടോ, നമ്മുടെ അതിക്രമ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുകയും നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചു ഉയർപ്പിച്ചവൻ വിശ്വസിക്കുന്ന നമുക്ക് കണ്ടോ. അപ്പോൾ ക്രിസ്തുവിൽ കൂടെയുള്ള പാപപരിഹാരത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നു ഉയർപ്പ്. 3, പുനരുത്ഥാനം നമ്മുടെ രക്ഷയുടെ യഥാർത്ഥത്തെ ഉറപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15:17-19 നമ്മുടെ രക്ഷയുടെ യഥാർത്ഥത്തെ ഉറപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15:17-19 ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്ത്, നിങ്ങൾക്കും നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നമ്മുടെ രക്ഷ വ്യർത്ഥമാണ്. അപ്പൊ അത് നമ്മുടെ രക്ഷയുടെ യഥാർത്ഥത്തെ ഉറപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ നിദ്ര പ്രാപിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും പ്രത്യാശയും തരുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നിദ്ര കൊള്ളുമ്പോൾ നമുക്ക് ആശ്വാസവും പ്രത്യാശയും തരുന്നു. 1 തെസ്സലോനിക്കർ 4:13 വായിക്കുന്നുണ്ട്. മറ്റുള്ള മരിച്ചവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊണ്ടുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കുന്നത് പൗലോസ് പറയുന്നു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർ നിദ്ര പ്രാപിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും പ്രത്യാശയും തരുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെയാണ്, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പുനരുത്ഥാനം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പഠിപ്പിക്കുകയാണ്. നാല്, പുനരുത്ഥാനം നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്കരണത്തിന്റെ ഉറപ്പ് തരികയും പുനരുത്ഥാനം നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്കരണത്തിന് ഉറപ്പ് നൽകി. ഫിലിപ്പിയർ 3:20-21 പുനരുത്ഥാനം നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്കരണത്തിന്റെ ഉറപ്പ് നൽകുകയാണ്. ഫിലിപ്പിയർ 3:20-21 അപ്പൊ നമ്മളും തേജസ്കരണം പ്രാപിക്കുമെന്ന് ഉറപ്പ് തരിക. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവും. അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതായി വരുമെന്ന് നാം കാത്തിരിക്കുന്നവൻ സകലവും തന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ തേജസ്കരണത്തിന് ഉറപ്പ് നൽകുകയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പുനരുത്ഥാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഈ പുനരുത്ഥാനം നന്നായി ചിന്തയിലൂടെ ഇത്രയും സമയം പഠിക്കുമ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കണം. യേശു പുനരുത്ഥാനം ചെയ്തു. 100 കണക്കിന് തെളിവുകളുണ്ട്, ചരിത്രപരമായ തെളിവുകൾ, വചനത്തിന് തെളിവുകൾ, സാക്ഷ്യങ്ങൾ, അനേക തെളിവുകൾ ഇന്നും ബൈബിളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. സാത്താൻ ഈ തെളിവുകളൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൻ്റെതായ വിശ്വാസ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തടയുമ്പോൾ നമുക്ക് ബലമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. അങ്ങനെയെങ്കിൽ എന്റെ വാക്കുകളെ ഇന്ന്